ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ നഗരത്തിൽ തെരുവുനായ ആക്രമണം എന്നാണ് റിപ്പോർട്ട്. നിരവധി പേർക്കാണ് നായയുടെ കടിയേറ്റത്. പ്രഭാത് ജംഗ്ഷന് സമീപം 25ഓളം ആളുകളെ ഈ തെരുവുനായ കടിച്ചു, അവർക്ക് പരിക്കേറ്റു എന്നാണ് കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്താണ് സംഭവിച്ചത്? എല്ലാവരും ചികിത്സ തേടിയോ? ഇതിന് പേവിഷബാധയുള്ള നായയാണോ? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? വിജയകുമാർ, 25 എന്നായിരുന്നു നേരത്തെ വന്ന കണക്കുകൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് 30ലേറെ പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ള ജില്ലാ ആശുപത്രിയിലാണ്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ മുഴുവൻ ഇത്തരത്തിൽ കടിയേറ്റ് വന്നവരും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളായിട്ടുള്ളവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ നിരവധി ആൾക്കാർ, കുട്ടികൾ ഉൾപ്പെടെ 30ലേറെ പേർക്ക് ഇപ്പോൾ തെരുവുനായയുടെ കടിയേറ്റ് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാത് ജംഗ്ഷൻ അതോടൊപ്പം തന്നെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം, ഇവിടെ നിന്നാണ് തെരുവുനായയുടെ കടിയേറ്റത്. ആൾക്കാർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ചേട്ടാ, എപ്പോഴാണ് ഈ സംഭവം? ഒരു 11 മണിക്ക് മുമ്പേ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുമായിരുന്നു ഫുട്പാത്തിലൂടെ. അപ്പോൾ ഒരു ഓട്ടോ എതിരെ വന്നിട്ട് നിർത്തിയിട്ട് പറഞ്ഞൊരു നായ വരുന്നുണ്ട് മായിക്കണം. അപ്പോഴത്തേക്ക് നായ വന്നിന് കടിച്ചിന്. അപ്പം പിന്നെ മനുഷ്യന്മാർക്ക് വിലയില്ലാണ്ട് നായ്ക്കെല്ലാം വിലയുള്ള കാലമാണല്ലോ, ഒന്നും പറയാനില്ല. അതേപോലെ നിരവധി കുട്ടികൾ ഉൾപ്പെടെ. എവിടെയാ, കാലിനാണോ കടിയേറ്റത്? കാലിലാണ് കടിയിട്ടത്. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു. ഞാൻ അവിടെ ജോലിന്റെ ആവശ്യത്തിന് കണ്ണൂർ വന്നതാണ്. അപ്പോഴേ ഞാൻ കണ്ടിട്ടില്ല, പുറകിലൂടെ വന്നിട്ടാണ് കടിച്ചത്. കടിച്ചപ്പോഴാണ് പട്ടി ഇങ്ങനെ പാന്റിനെ അടിച്ച് തൂങ്ങുന്നുണ്ടായത്. അപ്പൊ തന്നെ അടിച്ചു. എവിടെയാ കടിയേറ്റത്? കാലിൽ. എവിടെ വെച്ച്? SBIന്റെ അവിടെ. വിജയകുമാർ, ആ രീതിയിലാണ് പ്രഭാത് ജംഗ്ഷൻ, പുതിയ ബസ് സ്റ്റാൻഡ്, ഇതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇവിടെ വെച്ചാണ്. നമുക്ക് ഇങ്ങോട്ട് പോയാലും ആ സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നായ എവിടേക്കാണ് പോയത്? അതിങ്ങനെ ഓടി നടന്ന് നാട്ടുകാരെ മുഴുവൻ കടിക്കുകയാണല്ലോ. അത് എവിടേക്ക് പോയി അവസാനം? വിജയകുമാർ, ഈ ഒരു നായയല്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നിൽ കൂടുതൽ തെരുവ് നായകൾ ഉണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. ഈ നായകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നഗരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പേർ തെരുവ് നായയുടെ കടിയേറ്റു എന്ന് പറഞ്ഞ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഇവരിവിടെ പരിശോധനകൾക്കൊക്കെ വിധേയമാക്കുന്നുണ്ട്. പക്ഷേ നഗരത്തിൽ തന്നെയാണ്, അതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സാഹചര്യം. നഗരത്തിൽ തന്നെ പ്രഭാത് ജംഗ്ഷൻ, പുതിയ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത് നഗരത്തിന്റെ ഹൃദയഭാഗമാണ്. അവിടെ വെച്ചാണ് ഇത്രയേറെ പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. ഞാനിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടാം, ജില്ലാ ആശുപത്രിയിലാണ്. ഇവിടെ മുഴുവൻ ഈ രീതിയിൽ തെരുവുനായയുടെ കടിയേറ്റവരും അല്ലെങ്കിൽ അവരൊപ്പം കൂടെ വന്നവരും ആൾക്കാരൊക്കെയായി ഈ ജില്ലാ ആശുപത്രിയുടെ കാഷ്വാലിറ്റി വിഭാഗം നിറഞ്ഞിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. ചേട്ടന് കടിയേറ്റതാണോ? ശേഷി, എവിടെയാണ് കടിയേറ്റത്? എവിടെ വെച്ച്? താവക്കര, അവിടെ ഓട്ടോ സ്റ്റാൻഡിലെ ജംഗ്ഷൻ അവിടെ വെച്ചിട്ടാണ്. താവക്കര ബസ് സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡില്ലേ താവക്കര, അവിടെ ആ ജംഗ്ഷൻ ടേണിങ്ങില്ലേ അവിടെ വെച്ചിട്ടാണ്. ഓട്ടോയിൽ കയറാൻ പോകുമ്പോഴായിരുന്നു കടിച്ചത്. ആ രീതിയിൽ തന്നെയാണ് നിരവധി പേർക്ക്, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക്. ഒരു കാര്യം കൂടി, ഈ പ്രതിരോധ വാക്സിനൊക്കെ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ, ആശുപത്രിയിലുണ്ടോ? ഇത്രയും ആളുകൾ അവിടെ വന്നിരിക്കുകയാണല്ലോ. എല്ലാവർക്കും കാലിനുമൊക്കെ ഈ തെരുവുനായയുടെ കടിയേറ്റിട്ടുമുണ്ട്. വാക്സിനൊക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടാകും അല്ലേ? വിജയകുമാർ, ആവശ്യത്തിന് പ്രതിരോധ വാക്സിന്റെ സ്റ്റോക്ക് ഉണ്ട്. അവിടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓരോരാളെയായി അത്തരം പരിശോധനകൾക്കും അത്തരത്തിൽ വാക്സിനൊക്കെ നൽകുകയാണ്. അത്തരം ചികിത്സാ സൗകര്യങ്ങൾ ജില്ലാ ആശുപത്രിയിൽ ഉണ്ട്. നേരത്തെയും ഇത്തരത്തിൽ തെരുവുനായ കൂട്ടത്തോടെ കടിയേറ്റവരെയൊക്കെ ഇങ്ങോട്ട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവരികയും അവർക്ക് മതിയായ ചികിത്സയൊക്കെ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി പേരാണ്. ശരി അരുൺ, എന്തായാലും അരുൺ ആദ്യം സൂചിപ്പിച്ചത് 25 എന്നാണ്. പിന്നീട് പറയുന്നത് 25ലൊക്കെ കൂടുതൽ ആളുകൾക്ക് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒരു നായയല്ല, ഒന്നിലധികം നായകളുണ്ട്. പല സ്ഥലങ്ങളിൽ, നഗരത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നായി ഈ തെരുവുനായയുടെ ആക്രമണത്തിനിരയായി കടിയേറ്റവരൊക്കെ ഇപ്പോൾ ചികിത്സ തേടി ആശുപത്രിയിൽ എത്തുകയാണ്. ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇത്രയും ആളുകൾ, ആ നിരയിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടി എത്തിയവരാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.